എന്തെല്ലാമായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇറാനെ ഒരാഴ്ചക്കുള്ളിൽ മൂക്കിൽ കയറ്റി ഈ ലോകം കാൽക്കീഴിലാക്കി ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഭാര്യയോട് യാത്രയും പറഞ്ഞു പോയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇറാൻ്റെ അടുക്കളയിൽ കുശിനിക്കാരനാണ്. കഷ്ടം തന്നെയാണ് കാര്യങ്ങൾ. ഇറാനെതിരെയുള്ള യുദ്ധമെല്ലാം നിർത്തി ഇപ്പോൾ ഇറാൻ തരുന്നതും തിന്ന് ജീവിക്കാനാണ് ട്രംപിൻ്റെ പദ്ധതി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം കുറച്ച് സമുദ്രപാത ഘട്ടം ഘട്ടമായി വീണ്ടും തുറക്കുന്നതിനായി അമേരിക്ക ഇറാനോട് കെഞ്ചുകയാണ്. അവർ തമ്മിൽ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചത് ആഗോള ഊർജ വിതരണത്തെ സാരമായി ബാധിച്ചത് നമ്മൾ കണ്ടു. അമേരിക്ക തലങ്ങും വിലങ്ങും ഓടുന്നത് നമ്മൾ കണ്ടു. അതോടെ അമേരിക്കയുടെ തല തകർന്ന പോലെയായി. എന്നാൽ ഇപ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം വരും മണിക്കൂറുകളിൽ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ അത് മോചിപ്പിക്കപ്പെടുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ക്രമേണ തുറക്കുന്നതിന് പകരമായി ഉപരോധം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ എത്തിയിട്ടുണ്ടെന്നും കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകളുടെ മോചനം വരും മണിക്കൂറുകളിൽ ദൃശ്യമാകുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം. ഇത് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇത്രയും കോടാനുകോടികളുടെ നഷ്ടവും ലോകം മുഴുവൻ ഭക്ഷണം പോലും ഇല്ലാതെ ഒരവസ്ഥ വന്നതും ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഈ ട്രംപിനെ ഒരു വിഡ്ഢി എന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. പരാജയപ്പെട്ട ട്രംപിൻ്റെ ഒരു ദീനരോധനമാണ് ഈ കേൾക്കുന്നത്. സമ്പൂർണവും അന്ത്യവുമായ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഫ്രീഡം എന്ന സൈനിക നീക്കം ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. എങ്കിലും ഉപരോധം പൂർണ്ണമായും നീക്കിയിട്ടില്ലെന്നും വ്യക്തമാകുകയാണ്. ഇറാനെ തകർക്കാൻ വന്ന ട്രംപ് പക്ഷേ ഇറാൻ്റെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ കപ്പലുകളുടെ കുരുക്കഴിക്കുകയാണ് പാവം. അമേരിക്ക മുന്നോട്ട് വച്ച 14 ധാരണാപത്രം ഇറാൻ പരിശോധിച്ച് വിവരം പറയുമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഇറാൻ നിർത്തിവെക്കുകയാണെങ്കിൽ ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും മരവിപ്പിച്ച ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ ഇറാനിയൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും അമേരിക്ക തയ്യാറാവുകയാണ്. ആഗോള എണ്ണ വിതരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് നമുക്കറിയാം. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു സൈനിക മാറ്റവും ആഗോള ഊർജ്ജ വിപണിയെ സാരമായി ബാധിക്കാറുണ്ട്. നിലവിലെ ചർച്ചകൾ സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാത്തത് മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. എങ്കിലും ചർച്ചകളിലെ പുരോഗതി എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഏതായാലും ഒരു യുദ്ധം ചെയ്ത് ഇറാനെ തീർക്കാൻ വന്ന അമേരിക്ക തോറ്റ് തൊപ്പിയിട്ട് തിരിഞ്ഞോടുകയാണ്. ഇസ്രായേലിനെ എവിടെയും കാണാനേയില്ല. ഡൊണാൾഡ് ട്രംപിന് മര്യാദയുണ്ടെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത്.